നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഹൈഡ് എനർജി, നിങ്ങളോടുള്ള ആ ഒരു പേഴ്സൻ്റെ ഹൈഡ്, അയാൾ പുറത്ത് പ്രകടിപ്പിക്കാത്ത ആ ഒരു എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഏത് പേഴ്സണെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയുടെ പേര് ഒരു 3 പ്രാവശ്യം പറഞ്ഞ് ആ വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ച്, അവരുടെ ഫേസ് ഒന്ന് ശരിക്കും ചിന്തിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല റെസണേറ്റ് ആവുന്ന, വളരെ പോസിറ്റീവ് ആകുന്ന ഒരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ്, നിങ്ങളുടെ റിലേഷനെ കുറിച്ചൊരു ക്ലാരിറ്റി വേണം, കാര്യങ്ങളൊന്ന് വ്യക്തമാക്കണം. അത് പാസ്റ്റും പ്രസൻ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും ഇതിനിടയിലുള്ള മറ്റ് നെഗറ്റീവ് പ്രസൻസുകളായാലും നിങ്ങൾക്കതൊന്ന് ക്ലാരിറ്റി വരുത്തണമെന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുക, നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നോടൊപ്പം കൂടണം കേട്ടോ. നമുക്ക് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ റീഡിങ്സുകൾ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അത് ഇട്ട് വെച്ചേരെ കേട്ടോ. ഞാനത് വെച്ച് നിങ്ങൾക്ക് റീഡിങ്സുകൾ എടുത്ത് തരാൻ നോക്കാം. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ ഹെർമിറ്റിൻ്റെ എനർജിയാണ് കേട്ടോ. ഇതിനകത്ത് ഓവറോൾ എനർജിയിൽ മസ്കുലൻ എനർജിക്കാണ് കേട്ടോ ഇന്ന് വളരെയധികം സ്ട്രോങ് ആയിട്ട് എനർജി നിൽക്കുന്നത്. മസ്കുലൻ എനർജിയുടെ പ്രസൻസ് ആണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ജനുവരി മാസത്തിൻ്റെ എനർജിയും മെയ് മാസത്തിൻ്റെ എനർജിയും ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയും ഡിസംബർ മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഈ മാസക്കാരുടെ എനർജി നിങ്ങളത് കണക്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങളിലേക്ക് ഒരു റീഡിങ്സ് വളരെ റെസണേറ്റ് ആയിട്ട് വരും. അല്ലാത്തവർ തീർച്ചയായിട്ടും റീഡിങ്സിന് റെസണേറ്റ് ചെയ്യാൻ വേണ്ടി പ്രസൻസ് കീപ്പ് ചെയ്യുക കേട്ടോ. നമുക്ക് റീഡിങ്സിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹെർമിറ്റ് എനർജിയാണ്. അവരുടെ മനസ്സ് വളരെയധികം ഫൈറ്റിംഗ് എനർജിയിലാണ്. അവർ സ്വയം ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയിലൂടെ കടന്നു പോകുന്നു. അതായത് ഒരു തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ മനസ്സിങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ വന്നങ്ങ് തിങ്ങി നിറയുകയാണ്. അവരെത്ര ശ്രമിച്ചിട്ടും അവർ പല മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടും നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാത്ത വിധം അവരെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ എനർജി ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത്. മുന്നോട്ട് പോകണോ അതോ പിന്നിലേക്ക് പഴയ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് തിരിച്ചു പോരണോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് എനർജി അവരെ വല്ലാതെ പിടികൂടുന്നതായിട്ട് കാണുന്നുണ്ട്. പ്ലസ് നിങ്ങളുടെ പ്രസൻസിൻ്റെ അഭാവം, നിങ്ങളുടെ ആ ഒരു നഷ്ടം അവരെ ശരിക്കും കണക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫീലിങ്സ്, ആ ഒരു ശൂന്യത കറൻറ്റിൽ അവരുടെ ആ ഒരു ഹൈഡ് എനർജിയിൽ, അവരുടെ സോളിൽ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞു പോയ പല കാര്യങ്ങളും, വന്ന വഴികൾ, നിങ്ങളോടൊപ്പം സഞ്ചരിച്ച ആ ഒരു കാലത്തെ ഓർമ്മകൾ, അതൊരു വല്ലാതൊരു സ്റ്റാർ പോലെ വളരെയധികം പ്രകാശപൂരിതമാകുന്ന ഒരു എനർജി അവർക്ക് കൊടുക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റിലുള്ള സിറ്റുവേഷൻസിൽ നോക്കുമ്പം ചുറ്റിനും ആരെല്ലാം ഉണ്ടെങ്കിലും അവരിപ്പം ഒരു ഒറ്റപ്പെടലിൻ്റെ, അതായത് വലിയ ശക്തമാണ്, അവർക്ക് ഏറ്റവും സംതൃപ്തി നൽകിയിരുന്ന, ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തി ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള വ്യക്തിയാവാം, നിങ്ങളോട് മടുപ്പ് തോന്നിയിട്ടുള്ള പേഴ്സൺ ആവാം, വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാവാം. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അഭാവം, നിങ്ങളുടെ ഒരു ശൂന്യത അവരെ ശരിക്കും പിടിച്ചു ഉലയ്ക്കുന്നതായിട്ടാണ് ഹൈഡ് എനർജിയിൽ കാണാൻ പറ്റുന്നത്. പുറമേ അവർ മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ആരുമില്ലാത്ത ഒരു ഫീലിങ്സ് അവർ സ്ട്രോങ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവരെ സംബന്ധിച്ചൊരു എന്താ പറയുക, നിസ്സഹായതയുടെ ഒരു ഫീലിങ്സ് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണക്റ്റഡ് ആവുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആവാം. ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ മാര്യേജ് എനർജിയിൽ ഒരു സെക്കൻഡ് പാർട്ട്ണർ എനർജി ഉള്ള വ്യക്തികളാവാം, തേർഡ് പാർട്ടി ഉള്ള വ്യക്തികളാവാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് ഇവർക്ക് കാലെടുത്ത് വയ്ക്കുക, കടന്നു വരിക എന്നത് വളരെ ഡിഫിക്കൽറ്റി ആയിട്ടാണ് കാണുന്നത്. അവരുടെ ആ ഒരു ഹൈഡ് എനർജിയിൽ അവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു റിയൂണിയൻ പ്രസൻസ് തന്നെയാണ് കേട്ടോ. അതായത്
നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് പഴയതുപോലെ തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളെ ഈ പേഴ്സൺ തന്നെ ആയിരിക്കാം മാറ്റി നിർത്തിയത്, നിങ്ങളിൽ നിന്ന് നോ കോണ്ടാക്റ്റിലേക്ക് പോയത്, നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത് കളഞ്ഞത്. ഇതെല്ലാം ഈ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം. അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജീനെ പറയാൻ സാധിക്കുന്നത്, ഈ വ്യക്തി ഇപ്പം കറൻറ്റ്ലി നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്, അതിനൊരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ, അതിന് പറ്റിയൊരു മാർഗം തെളിഞ്ഞിരുന്നു എങ്കിലെന്നാണ് ചിന്തിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തവരൊക്കെ ബ്ലോക്കൊക്കെ മാറ്റി നിങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ബൗണ്ടറി ഇട്ട് തന്നെ നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട്. ആ ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് കടന്നു വരിക എന്നത് അസാധ്യമായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. മറ്റെന്തിനേക്കോ അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ്. മറ്റേതൊക്കെ സാഹചര്യങ്ങളെ ആവാം, വ്യക്തികളെ ആവാം, അവരുടെ സമയത്തെ തന്നെ ആവാം, ലൈഫിനെ കണക്ട് ചെയ്താവാം. എന്താണെങ്കിലും ഒരു ഭയമുണ്ട് അവരുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഇപ്പോഴും ബ്ലോക്ക് ചെയ്ത് നിർത്തിക്കൊണ്ട്, ബൗണ്ടറി ഇട്ട് നിർത്തിക്കൊണ്ട് നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മളുടെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൺഫ്യൂഷ്ഡ് എനർജി ഉണ്ട്. അവർക്കൊരു വല്ലാതെ ഒരു എന്താ പറയുക, ഒരു ഒറ്റ തീരുമാനം, സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റാതെ പോവുകയാണ്. അതായത് ഒരു പരാജയം സമ്മതിച്ച പോലെ അവർ സ്വയം തോറ്റ് നിൽക്കുന്നൊരു എനർജിയാണ്. അവർ ചിന്തിക്കുന്നത് അവരായിട്ടൊരു പ്രോബ്ലംസിലേക്ക് ഇറങ്ങണ്ട, അവരായിട്ടൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യണ്ട. കാരണം അവരായിട്ടായിരിക്കാം ഈ ഒരു ബന്ധത്തിലൊരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇനി അവരായിട്ട് തന്നെ മുൻകൈ എടുത്ത് ഒരു റീയൂണിയനിലേക്ക് വരിക എന്നത് അവരുടെ മനസ്സുകൊണ്ട്, അവരുടെ ആത്മാഭിമാനത്തെയും കൂടി ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യം അവർക്കൊരു സ്തംഭനാവസ്ഥ, ഫീലിംഗ് സ്റ്റക്നെസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവർ അൺസാറ്റിസ്ഫൈഡ് ആണ്. അവരിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവർക്ക് യാതൊരു സമാധാനമോ സന്തോഷമോ ഇല്ല. അവർ വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അവർ നിൽക്കുന്ന സാഹചര്യം സ്വസ്ഥതയില്ല, ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നും പറ്റാത്ത വിധം ഒരു വെപ്രാളം പിടിച്ച് നടക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അസ്വസ്ഥമാണ്, അവർക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ലാത്ത വിധം അവർ ശക്തമായിട്ട് അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവർ തോറ്റുപോയി എന്നുള്ളൊരു ഫീലിങ്സ്, അതായത് അവരെടുത്ത തീരുമാനങ്ങളിൽ തെറ്റുപറ്റിയിരുന്നു എന്നുള്ള ഒരു എനർജിയും അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്, അവരുടെ സാഹചര്യത്തെ. പക്ഷേ അവർക്കൊരു ഉറച്ച തീരുമാനത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. കാരണം ഒരു വഴിക്കെന്ന് നോക്കുമ്പോൾ ഇപ്പം ഈ നിൽക്കുന്നത് നല്ലതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. പാസ്റ്റിൽ ചില എക്സ്പീരിയൻസുകൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ നിൽക്കുന്നതാണ് ശരി, ഇതൊരു സ്വസ്ഥത ഉണ്ടെന്ന് തോന്നും. അതേസമയം നെക്സ്റ്റ് തന്നെ അവർക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്ത, നിങ്ങളുടെ ആ ഒരു ശൂന്യത അവരെ തളർത്തി കളയുന്നതായിട്ടുമാണ് കാണുന്നത്. എന്താണെങ്കിലും അവർ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അവരിടയ്ക്ക് അങ്ങനെ മനസ്സിനെ പിടിച്ച് നിർത്തുന്നുണ്ട്. ഇടയ്ക്ക് അവരുടെ മനസ്സിൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴും ചില സമയങ്ങളിൽ അവരെ പിടിച്ച് നിർത്തുന്നുണ്ട്. സമയമാവട്ടെ, പ്രതിസന്ധികൾ തരണം ചെയ്ത് അവർ അതിൻ്റേതായ കാലം അനുകൂലമാകട്ടെ എന്നുള്ള ഒരു ഫീലിങ്സിലേക്ക് പോകുന്നുണ്ട്. ശരിക്കും നിങ്ങളെ കാത്തു നിൽക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഉള്ളിൽ വളരെയധികം പല രീതിയിലുള്ള ചിന്തകൾ മറിയുന്നുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ഒരു പക്ഷേ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടാവാം, അതല്ലെങ്കിൽ പ്രതിസന്ധികൾ തനിയെ കാലത്തിനനുസരിച്ച് അവസാനിക്കാൻ വേണ്ടിയിട്ടാവാം, നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ തിരിച്ചു വരവിന് വേണ്ടിയിട്ടാവാം. ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. വെയിറ്റിംഗ് എനർജി എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ്, തിരിച്ചറിവോടുകൂടിയാണ്, കാര്യങ്ങളെയെല്ലാം വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാത്തിരിപ്പിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്ലസ് ഇവിടെ വളരെയധികം ദുഃഖമുണ്ട് കേട്ടോ അവർക്ക്. അവർ നിങ്ങളുടെ ഇമോഷൻസിന്, ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് അവരെ ഫോക്കസ് ചെയ്ത വ്യക്തികളാവും. നിങ്ങൾ സ്നേഹം കൊടുത്ത് അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് യാചിച്ചിട്ടുള്ള വ്യക്തികളാവാം അല്ലേ. അങ്ങനെയുള്ള എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെ ആ ഒരു റിജക്റ്റ് ചെയ്തതിൽ അവർ വല്ലാത്ത രീതിയിൽ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ റിജക്റ്റ് ചെയ്തു പോയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയ പെയിൻ എനർജി അവരെ ശരിക്കും തളർത്തി കളയുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ ഇഷ്ടത്തിന് നിങ്ങളെ അവർ കൺട്രോൾ ചെയ്തു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ അവരുടെ ലൈഫിൽ എവിടെയൊക്കെ
വ്യക്തിക്ക് ഒരു പരാജയം തോന്നുന്നുണ്ടായിരുന്നു, ഒരു ബലഹീനത ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളെ അവർക്ക് സ്വന്തമാക്കാൻ പറ്റില്ല എന്നറിയുമ്പോഴും നിങ്ങളോട് അവർക്ക് തോന്നുന്ന ആഴത്തിലുള്ള അഡിക്ഷൻ ആവാം അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്തതിൻ്റെ കാരണം. അവരൊരു ആത്മനിയന്ത്രണം നടത്തി നോക്കിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ റിജക്റ്റ് ചെയ്തതെല്ലാം നിങ്ങളുടെ ഇമോഷൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ അവർ ഒഴിവാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിൽ നിന്ന് അവർ ഓടി ഒളിക്കാൻ ശ്രമിച്ചതെല്ലാം അവർക്ക് നിങ്ങളോടുള്ള ആഴത്തിൽ തോന്നിയ അഡിക്ഷനാണ്. അതായത് ഒരു മാര്യേജ് എനർജിയിലേക്ക് എത്തിക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങളുടെ പ്രസൻസാണ് അവിടെ കാണുന്നത്. നിങ്ങളവരെ വല്ലാതെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിങ്സും അവർക്ക് വന്നിട്ടുണ്ട്. പ്ലസ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങളോട് ആഴത്തിൽ അവർക്കൊരു ഫിസിക്കൽ അഡിക്ഷൻ തോന്നി. അത് അവരിലോ നിങ്ങളിലോ ഒരു പവർ ലോസോ ഒരു ഇരയാക്കപ്പെടാനുള്ള സാധ്യതയോ മറ്റു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളിൽ തകർച്ചയോ സംഭവിക്കുമെന്നുള്ള ഒരു ചിന്ത അവരിൽ കടന്നുകൂടിയതാണ് നിങ്ങളെ റിജക്റ്റ് ചെയ്തതിനുള്ള കാരണം. പക്ഷേ ഇപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ ഒരു പേഴ്സണേക്കാൾ ഒരു പടി ഉയരെയാണെന്നുള്ളതും ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം. കൂടാതെ തന്നെ നിങ്ങളോട് ഇപ്പോഴും ചിന്തിക്കുമ്പോൾ ആ ഒരു പേഴ്സൺ അഡിക്ഷൻ ഫീലിങ്സ് ആണ്, ഒരു ബന്ധനം പോലെയാണ്. എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ലഭിച്ച ചില പ്രസൻസുകളുടെ ഓർമ്മകളിൽ നിന്നും ഈ പേഴ്സണ് മുക്തി നേടാൻ പറ്റുന്നില്ല. ആഴത്തിൽ ഈ ഒരു വ്യക്തിക്ക് അഡിക്ഷൻ ഫീൽ ചെയ്യുകയാണ്. അതായത് നിങ്ങളിലേക്ക് പെട്ടെന്ന് വന്നു ചേരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഒന്നും കൂടി അവർക്ക് ആസ്വദിക്കാൻ ഒക്കെ തോന്നുന്ന തരത്തിൽ അവരുടെ മനസ്സ് അവരുടെ കൈവിട്ടു പോകുന്നൊരു ഫീലിങ്സും നമുക്ക് ഹൈഡ് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ശരിക്കും ആത്മനിയന്ത്രണം പാലിക്കുന്നുണ്ട്. സെൽഫ് ലവ് എനർജിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ട്. സെൽഫിഷ് മെൻറ്റാലിറ്റി അവരിലേക്ക് തന്നെ കൂടുതലാണ്, മറ്റാരെയും അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ക്യാരക്ടർ, അങ്ങനെയുള്ള ഒരു ബിഹേവിയറിലേക്കൊക്കെ ഇവർ മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മകൾ ഈ പേഴ്സണെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും അവർ ഏകദേശം ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്തും നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ ആ ഒരു വ്യക്തി വല്ലാതെ ആസ്വദിച്ച് ആനന്ദം കൊള്ളുന്നൊരു ഫീലിങ്സ് കാണുന്നുണ്ട്. കാരണം അവർ സന്തോഷിക്കുകയാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു സന്തോഷമാണ്. കഴിഞ്ഞു പോയ പലതും നിങ്ങളിൽ നിന്നും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് അവർക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ചിലരുടെ എനർജിയിലൊക്കെ നിങ്ങളൊരു പക്ഷേ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലോ മറ്റോ എനർജിയിൽ ഉണ്ടായിരുന്നവർക്കൊരു റീയൂണിയൻ പ്രസൻസ് വന്നതായിട്ടാണ് കാണുന്നത്. എപ്പോഴോ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വരികയും വീണ്ടും ഒരു റീയൂണിയൻ പ്രസൻസ് ഈ ഒരു ബന്ധത്തിൽ വന്നതായിട്ടുമാണ് കാണുന്നത്. വളരെ എനർജറ്റിക് ആയിരുന്നു. നിങ്ങൾ ആ കണക്റ്റഡ് ആയ സമയത്ത് മതിമറന്ന് സന്തോഷിച്ച ഒരു ഫീലിങ്സ് കാണുന്നുണ്ട്. അതായത് നഷ്ടപ്പെട്ടതിനെ തിരിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ആഴത്തിലുള്ള ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു മാര്യേജ് വിവാഹ ലൈഫൊക്കെ സ്വപ്നം കണ്ടിരുന്ന എനർജിയും സ്വപ്നം കാണുന്ന എനർജി, ഒരുമിച്ച് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജി നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തത്, നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി വിട്ടുപോയത്, നിങ്ങളോട് താല്പര്യമില്ല എന്നുള്ളൊരു ഫീലിങ്സ്, ഒരു എന്താ പറയുക, ഒരു വിരക്തി മടുപ്പൊക്കെ തോന്നിച്ചത് ആ ഒരു കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. വൈകാരികമായി ചിന്തിക്കാതെ യുക്തിപൂർവ്വം ചിന്തിച്ചപ്പോൾ, അതായത് ഇതിൻ്റെ ശരിക്കുമുള്ള തലത്തിലേക്ക് ആലോചിച്ചപ്പം അവർക്കിതൊരു ഇംബാലൻസിങ് എനർജിയായിട്ട് ഫീൽ ചെയ്തു. ഈ ഒരു റിലേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാകും, ഇതിനകത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നുള്ളൊരു ഭയം അവരിൽ നിഴലിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വന്നത് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. ഒരുപാട് സ്നേഹിച്ചു മതിമറന്ന് നിന്നെടുത്ത് നിന്നും നിങ്ങൾക്കിടയിൽ ഒരു പ്രോബ്ലംസ് വന്നത് ആ ഒരു വ്യക്തിയിലുണ്ടായ ഒരു എന്താ പറയുക, ഒരു സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയാം, അതല്ലെങ്കിൽ ഈഗോ എനർജി എന്ന് പറയാം. വൈകാരികമാകുന്ന ചിന്തയിൽ നിന്നും അയാൾ യുക്തിപൂർവ്വം കാര്യങ്ങളെ കണ്ടതാണ് ഇതിനെല്ലാം പെട്ടെന്നൊരു ചേഞ്ചിങ് വരാനുണ്ടായ കാരണം. പക്ഷേ വളരെ ലാളിത്യമുള്ള, സ്നേഹമുള്ള, മറ്റുള്ളവരോട് അനുകമ്പയും ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആണെങ്കിൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ച് എപ്പോഴും ഫ്യൂച്ചർ പ്ലാനിങ്, അതായത് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജീനെ ഫോക്കസ് ചെയ്യുകയും അതേസമയം ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് ബർഡൻ ഉണ്ടായ സിറ്റുവേഷൻസും കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷന് ഒരു കാരണങ്ങളായി തീർന്നു എന്നാണ് കാണുന്നത് കേട്ടോ. എന്തായാലും ബർഡൻ എനർജിയാണ് കേട്ടോ. വളരെയധികം ചിന്തിക്കുന്നുണ്ട്, നിങ്ങളോട് വളരെയധികം കണക്ഷൻ, ഇമോഷണൽ കണക്ഷൻ
കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പുതിയ തുടക്കം, ഏതെങ്കിലും മാർഗം അവർക്ക് അനുകൂലമായിട്ട് വരും എന്ന് ചിന്തിക്കുന്നുണ്ട്. മാത്രവുമല്ല ഒരു പറഞ്ഞ അഡിക്ഷൻ എനർജി ഉണ്ട്. പിന്നെ ഒരു റിലേഷനിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ജസ്റ്റിസ് എനർജിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ശരിക്കും നിങ്ങൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്, സോൾ കണക്റ്റഡ് ആണ്, ചേരേണ്ടവർ തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ തമ്മിൽ ചേർന്നിരുന്നുവെങ്കിൽ അവിടെ ഒരു പ്രത്യേകമാകുന്ന ഒരു നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് തന്നെ ചേഞ്ച് ആകുമായിരുന്നു. നിങ്ങൾ ഒരുമിച്ചാണ് ചേർന്നിരുന്നതെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ, നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി വൈബ് അനുസരിച്ച് 100% വളരെ വ്യത്യസ്തമാകുന്ന, ഏറ്റവും മറ്റുള്ളവർക്ക് അസൂയ ഫീൽ ചെയ്യുന്ന അത്രത്തോളം രണ്ട് പ്രണയ ജോഡികൾ, അല്ലെങ്കിൽ ഒരുമിച്ച് പോകാൻ പറ്റിയ രണ്ട് വ്യക്തികൾ, അതായത് ചില എനർജികൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറയുന്നത് പോലെ, നിങ്ങൾ തമ്മിൽ കൂടി ചേർന്നിരുന്നെങ്കിൽ അത്ഭുതകരമാകുന്ന, മറ്റുള്ളവർ എന്താ പറയുക, ജിജ്ഞാസപ്പെട്ടു പോകുന്ന തരത്തിലുള്ളൊരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടായേനെ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത്. എന്താണെങ്കിലും അവർ സന്തോഷം തിരയുകയാണ് കേട്ടോ. അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. ഒരുപാട് സ്ട്രെസ് എനർജിയാണ്. അവർക്കൊരു സമാധാനമൊന്നുമില്ല, അന്നങ്ങ് ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കൊരു സന്തോഷം, മതിമറന്നൊരു ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഒരു റീയൂണിയൻ പ്രസൻസ് തന്നെ നിർബന്ധമായിട്ടും ഉണ്ടാവണം. നിങ്ങൾക്കിടയിലുണ്ടായ ഒരു ഇമോഷണൽ, നിങ്ങൾ തമ്മിൽ സംസാരത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒക്കെ വന്നെങ്കിൽ, തെറ്റിദ്ധാരണയോ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, സംസാരത്തിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുകയോ ഫൈറ്റിംഗ് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിൽ, ആ ഒരു കാര്യത്തിനെല്ലാം മറികടന്ന് ഒരു അബണ്ടൻസ്, ഇമോഷണൽ അബണ്ടൻസിലേക്ക് വന്നാൽ, റിയൂണിയൻ സംഭവിച്ചാൽ, അതായത് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി ആഴത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു റീബർത്ത് എനർജി തന്നെയാണ്. പാസ്റ്റിൽ ഇത് ബാലൻസ് ചെയ്ത് പോകില്ല എന്ന വ്യക്തി ചിന്തിച്ചെടുത്ത് ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങളുടെ ഒരു അഭാവം, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ശൂന്യത അവരെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇത് എന്നെക്കൊണ്ട് സാധിക്കുമായിരുന്നു ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത്. ശക്തമാകുന്ന ചേഞ്ചിങ് ആണ് നിങ്ങളുടെ റിലേഷനിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇപ്പം തേർഡ് പാർട്ടിക്ക് മുന്നിൽ നിങ്ങൾ തന്നെയാണ് അബണ്ടൻസ് ആയിട്ട് നിൽക്കുന്നത്. പാസ്റ്റിൽ അവർക്ക് തേർഡ് സിറ്റുവേഷൻസിനെ വളരെ പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തുവെങ്കിൽ, ഇപ്പം തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് ബാലൻസ് ചെയ്യുമ്പം, തേർഡ് പാർട്ടീനെ നിങ്ങളെയും കൂടി ഒന്ന് ആ വ്യക്തി ഒന്ന് താരതമ്യം ചെയ്യുമ്പം തിരിച്ചറിയുന്നു തെറ്റ് പറ്റി എന്നുള്ളത് തിരിച്ചറിയുന്നു. എന്താണെങ്കിലും ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്. ഒന്നും നോക്കാതെ തന്നെ ഇതിൽ പല വ്യക്തികൾ നിങ്ങളിലേക്ക് റീയൂണിയൻ വരുന്നുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു റീയൂണിയൻ പ്രസൻസിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളോടുള്ള അഡിക്ഷനാണ് കേട്ടോ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് ഒരു ഭ്രാന്തമാകുന്ന അഡിക്ഷൻ, അട്രാക്ഷൻ ഫീലിങ്സ് ഉണ്ട്. അത് ഏത് തരത്തിലും ആവാം കേട്ടോ. മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യത്തെ ഫോക്കസ് ആവാം, അതായത് സാമ്പത്തികത്തെ ലക്ഷ്യം വയ്ക്കാം, ഫിസിക്കൽ എനർജിയെ ലക്ഷ്യം വയ്ക്കാം, അല്ലെങ്കിൽ ഇമോഷണലിയും ആവാം ആ ഒരു അഡിക്ഷൻ. ഏത് തരത്തിലും ആവാം. നിങ്ങളിലേക്ക് വരുന്ന അയാൾ ആഗ്രഹിക്കുന്നത് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ഒരു മനസ്സുകൊണ്ടൊരു സ്വപ്നമുണ്ട് ഈ ഒരു വ്യക്തിക്ക്. അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. അത് ഒരു അഡിക്ഷൻ കൊണ്ട് തന്നെയാണ് കേട്ടോ. അതായത് ആ വ്യക്തിക്ക് പറ്റുന്നില്ല, സ്വസ്ഥമായ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. സ്വസ്ഥമാകുന്ന ഒരു ഫീലിങ്സോ ഒന്നും ആ വ്യക്തിയിൽ ഇല്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങളും തമ്മിലുള്ള എനർജിയിൽ രണ്ടുപേരും രണ്ട് ദിശയിലേക്ക്, അല്ലെങ്കിൽ രണ്ട് അവസ്ഥയിലാണ് ഇപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് സ്റ്റിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ആരോടൊക്കെയോ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടോ, അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തിലോ, അല്ലെങ്കിൽ ഇവരോട് മറ്റാരൊക്കെയോ എന്താണ് ഈ ഒരു എലോൺ എനർജിയിൽ നിൽക്കുന്നതെന്നുള്ള ഒരു ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരുടെ ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ടാണ് ഇവർ നിൽക്കുന്നതെങ്കിൽ, എന്താണ് നിൻ്റെ പ്രോബ്ലംസ്, നീ എന്തിനാണ് ഈ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, ഫ്യൂച്ചർ പ്ലാനിങ് ഇല്ലേ എന്നുള്ള ചില ചോദ്യങ്ങൾ അവർ നേരിടേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർക്ക് മുന്നോട്ടേക്ക് ഒന്നുമില്ല, എന്താണ് ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പം അതിനെക്കുറിച്ച് മറ്റാരൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു എനർജി വന്ന് നിൽക്കുന്ന നിങ്ങളുടെ ഓർമ്മയിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾ ഈ വ്യക്തിയെ എങ്ങനെ ഫോക്കസ് ചെയ്തോ, ഈ വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ എത്രത്തോളം ഒരു സ്നേഹം ആവശ്യപ്പെട്ടുകൊണ്ട് പോയോ, അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് വരേണ്ടി വരും ഈ ഒരു പേഴ്സൺ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വല്ലാതെ ഇമോഷണൽ സ്ട്രഗിൾ എനർജിയിലാണ്
നിരാശയിലാണ്. അതായത് ഒരു എന്താ പറയുക, ഒരു കാര്യങ്ങളെല്ലാം ഒരു ഈക്വലായിട്ട്, കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട്, ഒരു എനർജറ്റിക്കായിട്ട് പുതിയൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫയർ എനർജിയുടെ പ്രസൻസ് ആണ് കേട്ടോ എടുത്തു നിൽക്കുന്നത്. ഫയർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലാരിറ്റി ആയിട്ട് ശുദ്ധീകരിച്ച ഒരു ആക്ഷൻ എടുക്കപ്പെടുന്നു ഈ ഒരു റിലേഷനിൽ നിന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ അനുഭവിച്ചോ, നിങ്ങൾ എത്രത്തോളം പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്നോ, അതെല്ലാം ആ വ്യക്തിക്കും ഒരു കണ്ണാടിയിൽ നമ്മൾ പ്രതിബിംബം എങ്ങനെയാണോ അങ്ങനെ തന്നെ അവരും അനുഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ.